നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തന്നെ പോലെ നാച്ചുറൽ ബ്യൂട്ടി അല്ല, ഓവർ മേക്കപ്പാ. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. തന്നോട് സംസാരിക്കുമ്പോ എന്റെ മനസ്സ് വളരെ ശാന്തമാവുന്നു. പക്ഷെ ആ കുട്ടിയോട് എനിക്കൊരു അടുപ്പം തോന്നുന്നില്ല. എന്റെ അഭിനയത്തെ കുറിച്ച് സാറൊന്നും പറഞ്ഞില്ലല്ലോ. നായികയായിട്ടൊന്നും കാസ്റ്റ് ചെയ്താൽ ശരിയാവില്ല. ഹീറോയിന്റെ ഫ്രണ്ട്സായിട്ട് 4-5 പെൺകുട്ടികൾ വേണം. അതിലൊന്നായിട്ട് പരിഗണിക്കാം. ഹീറോയിന്റെ അതേ ഡ്രസ് ഇട്ട് ഹീറോ പിന്നിൽ നിന്ന് കാണുമ്പോ ഹീറോയിനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ക്യാരക്ടറില്ലേ, അതിന് ഈ കുട്ടി കറക്റ്റ് ആയിരിക്കും. അയ്യോ സാറേ, ഞാൻ ഹീറോയിൻ ആകാം സാറേ. എക്സ്ട്രാ കൊടുത്തത് ഇഷ്ടപ്പെടാത്താണെങ്കിലേ ഞാൻ ഒന്നുകൂടെ എടുക്കാം, പ്ലീസ് സർ. എന്തായാലും എന്റെ വീട്ടുകാർക്കെല്ലാം ആ കുട്ടി ഇഷ്ടപ്പെട്ടു. സാറിനോ? അതല്ല ഞാൻ ആദ്യം പറഞ്ഞത്. ആദ്യം കാണുന്ന കുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പിന്നെ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആളെ കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന ആളെ ഇഷ്ടപ്പെടുക, അതാണ് ലൈഫ്. കൺഗ്രാറ്റ് സർ. ഐസ്ക്രീം അലിയുന്നു സർ, കഴിക്കൂ. അയ്യോ, ഷർട്ടില് വീണല്ലോ സർ. ഇവരെപ്പോ വന്ന് എന്റെ ഗൗതമിനോട് എന്താ ഇവള് കാണിക്കണേ? താനെന്തോന്നും പറയാത്തത്? ഹീറോയിന്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? താൻ എവിടുത്തെ ഡയറക്ടറാണോ? തന്റെ ഏതെങ്കിലും പടം ഇതുവരെ ഓടിയിട്ടുണ്ടോ? എത്ര പ്രൊഡക്ഷൻ കമ്പനികളാ താൻ കാരണം കുത്തുപോലെ എടുത്ത് ഷട്ടർ ഇട്ട് പോയത്. ഇൻഡസ്ട്രിയിൽ തന്നെ വിളിക്കുന്നതേ കിരൺ ദാസ് എന്നല്ലോ, ഷട്ടർ ദാസ് എന്നാ. അനാവശ്യം പറയണത്. എന്തനാവശ്യം? ഞാനേ ഇനി സ്വന്തമായിട്ട് സിനിമ നിർമ്മിച്ച് അഭിനയിക്കാൻ പോവാ. എന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ വാതിൽക്കൽ ഒരു പിച്ചക്കാരനെ പോലെ താൻ വരും. ബാക്കി ഞാൻ അപ്പ പറയാം. ഇവക്ക് ഭ്രാന്താണോ? വിളിച്ചോണ്ട് പോടോ. ഭ്രാന്ത് തനിക്കാം, താൻ ആദ്യം പോ, എന്നിട്ട് ഞാൻ പൊക്കോളാം. ശിവന് ഒരു പ്രശ്നം ഉണ്ടാകല്ലേ, പോവാം. ഇല്ല, ഞാനിപ്പോ അങ്ങനെ പോകുന്നില്ല. എങ്കിൽ നമുക്ക് പോവാം. അതാ നല്ലത്. പോയില്ലെങ്കിലേ തനിക്ക് ഞാൻ ഷട്ടർ ഇടും, കേട്ടോ ഷട്ടർ ദാസേ. പെട്ടെന്ന് നോക്കിയോ. എടി, നീ എന്ത് പണിയായി കാണിച്ചേ? എന്നെ ഉപദേശിക്കാൻ വരണ്ട, നീ പോ. ശിവാനി പോവാനല്ലേ പറഞ്ഞേ? ഇപ്പൊ ഓക്കെ സർ. ആ, ഡ്രസ്സിലെ സ്റ്റെയിൻ ഒന്നും കാണാനില്ല. എങ്കിലും വീട്ടിൽ ചെന്നാൽ ഉടനെ തന്നെ വാഷ് ചെയ്യണം. ശരി. ഹായ് ഗൗതം. വാട്ട് എ സർപ്രൈസ്. വാ, ഇരിക്ക്. ഇരിക്ക്. നിധി, ഇതാണ് എന്റെ ഫിയാൻസി. എനിക്ക് ശിവാനിയെ നേരത്തെ അറിയാം. അല്ല, നിങ്ങൾ പരിചയക്കാരാണോ? അല്ല, എങ്ങനെ പരിചയം? ഞങ്ങള് ഒരേ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ശരി. എന്നിട്ട് ഞാൻ ആ സ്കൂളിലെ ഫംഗ്ഷൻ വന്നപ്പോ നിധിയെ കണ്ടില്ലല്ലോ. അന്ന് കരുതിക്കൂട്ടി എന്നെ അവിടുന്ന് മാറ്റിയതാ. കരുതിക്കൂട്ടി മാറ്റിയൊന്നോ? എന്താ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ അന്ന് നിധിയെ മാനേജ്മെന്റ് വേറൊരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയായിരുന്നു. അതെ, എന്നെ ഒരു സ്കോളർഷിപ്പ് മേളയ്ക്ക് പറഞ്ഞു വിട്ടു. ഓ, നിങ്ങളെ ടീച്ചേഴ്സിന് പഠിപ്പിച്ചാൽ മാത്രം പോരല്ലോ, ഇത്തരം റെസ്പോൺസിബിലിറ്റീസും ഏറ്റെടുക്കണമല്ലോ. അതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ഗൗതം, അല്ലേ നിധി? എനിക്കത്ര വലിയ സന്തോഷമൊന്നും തോന്നിയിട്ടില്ല. അല്ല, ശിവാനി എന്താ ഇപ്പൊ ഇവിടെ? ഞാൻ സ്കൂളിലൊരു ഫംഗ്ഷന് ഫുഡും ഐസ്ക്രീമും ഓർഡർ ചെയ്യാൻ വന്നതാ. തുക എത്രയാണെന്ന് പറഞ്ഞാൽ മതി, ഫണ്ട് ഞാൻ സ്പോൺസർ ചെയ്യാം.
എത്രയാ ഫംഗ്ഷന്റെ എസ്റ്റിമേറ്റ്? അത് പിന്നെ എസ്റ്റിമേറ്റ് 1,00,000 രൂപ ചോദിച്ചാലോ? എന്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയാം. ഉഗ്രം കോൾ ഒത്തു. എത്രയാണെങ്കിലും പറഞ്ഞോളൂ, ഞാൻ ഇപ്പൊ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. അത് വേണ്ട സർ, ഫംഗ്ഷനുള്ള ഫണ്ട് ഓൾറെഡി ആയിട്ടുണ്ട്. ആശിപ്പിച്ചു. അതിൽ കൂടുതൽ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ മാനേജ്മെന്റ് വിളിക്കും. ഞങ്ങളൊക്കെ വെറും സ്റ്റാഫല്ലേ. ആ അതെ അതെ, പ്രോപ്പർ ചാനലിൽ അവര് വിളിച്ചോളും. ഇവര് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഞാൻ കൂടുതൽ കെയർഫുൾ ആയില്ലെങ്കിൽ ഇവള് ഗൗതമനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കും. നിധി ഒരു നല്ല ടീച്ചറാ. എപ്പോ കണ്ടാലും ചുറ്റും കുറെ കുട്ടികൾ കാണും. വളരെ ശ്രദ്ധയോടെ അവരെ കെയർ ചെയ്യുന്നത്. ശിവാനിയും അങ്ങനെ തന്നെയാണോ? അതെ ഗൗതം, സ്കൂളിലെ ബെസ്റ്റ് ടീച്ചർ ഓഫ് ദി ഇയർ സ്ഥിരമായി എനിക്കാ കിട്ടാറുള്ളത്. പക്ഷേ എന്നോട് ചോദിച്ചാ നിധിയാ ബെസ്റ്റ് എന്ന് ഞാൻ പറയൂ. ഇപ്പൊ തന്നെ എന്നിൽ നിന്ന് എക്സ്ട്രാ ഫണ്ട് സ്വീകരിക്കാൻ നിധി തയ്യാറായില്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അത് കൈ നീട്ടി വാങ്ങിയേനെ. നിധിക്ക് ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാ നിധിയെ എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടം. പിന്നെ ഇവരെന്തിനാ ഇവിടെ വന്ന? ഇവരല്ലേ അന്ന് ഗോകുലിന്? ഹരി, മിണ്ടാതിരിക്കെ. കുരിപ്പിന് വരാങ്ങോട്ടൊരു സമയം. നീ വയറു നിറയെ ഐസ്ക്രീം എല്ലാം കഴിച്ചോ? കഴിച്ചങ്ങളെ. ആ ഗുഡ്. എങ്കിൽ നമുക്ക് ഇറങ്ങാം. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. നിധിയെ വീട്ടിലാക്കിയിട്ട് വേണം പോവാൻ. ഞാനും വരാം ഗൗതം, എന്നെ വഴിക്ക് ഡ്രോപ്പ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെന്താ, ഞാൻ ബില്ല് കൊടുത്തിട്ട് വരാം. നിങ്ങൾ കാറിനടുത്തേക്ക് ചെല്ലേ. എന്നോട് ഐസ്ക്രീം വേണമെന്ന് പോലും ചോദിച്ചില്ല. എന്നിട്ട് ആ പീറ ചെറുക്കനോട് വയറു നിറയെ കഴിച്ചോന്ന് ചോദിച്ചിരിക്കുന്നു. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഇതൊക്കെ നിർത്തിക്കുന്നുണ്ട് ഞാൻ. അതെ, ഗൗതം സാറിന്റെ മുന്നിൽ വെച്ച് ശിവാനിയെ കുറിച്ച് മോശമായിട്ട് ഒന്നും പറയരുത്. ഇല്ല മിസ്സേ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. നമുക്ക് പോവാം. ഓക്കെ അങ്കിൾ. വാ. നീ മുന്നിലിരിക്കുന്നോ? വേണ്ട, നീ ഇരുന്നു. നിനക്കല്ലേ അതിനൊക്കെ കൂടുതൽ ആശ. സാരമില്ല നിധി, ഇങ്ങോട്ട് എങ്ങനെ വന്നോ അങ്ങനെ തന്നെ തിരിച്ചു പോവാം. നീ തന്നെ മുന്നിൽ ഇരുന്നോ. അതിന്റെ ആവശ്യമില്ല. പക്ഷെ മുന്നിൽ ഇരിക്കണമെന്ന് ഞാൻ കരുതിയാ ഇരിക്കുക തന്നെ ചെയ്യും, ജീവിതകാലം മുഴുവൻ. നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, അതുകൊണ്ട് ഈ സൗഭാഗ്യം ഞാൻ നിനക്ക് തന്നെ വിട്ടു തന്നിരിക്കുന്നു. വാ, കേറ്. ശിവാനിയുടെ വീട്ടിൽ പോകുന്ന വഴി തന്നെയാണോ നിധിയുടെയും വീട്? ഞങ്ങൾ ഒരു വീട്ടിലാണെന്ന് ഇപ്പൊ ഗൗതം അറിഞ്ഞ പ്രശ്നവും. ഈ കാര്യം നേരത്തെ പറയാത്ത എന്താണെന്ന് ചോദിക്കും. ഓ, അപ്പ അങ്കിളിനൊന്നും അറിയില്ല അല്ലേ നിധി മിസ്സേ? ഞാൻ താമസിക്കുന്ന വീടല്ല പ്രശ്നം. എനിക്ക് ഹരിയുടെ വീട്ടിൽ പോണം. ഇവനുള്ള ഹോംവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. ഓ, എന്ത് ഹോംവർക്ക്? ഞാൻ എല്ലാം ചെയ്തല്ലോ. നീ ചെയ്യുന്നതൊന്നും ശരിയല്ല. മറ്റുള്ളവർ ചെയ്യുന്നത് നീയാണ് ചെയ്തതെന്ന് വരുത്തി തീർത്തല്ലേ.